ഹബീബായ ഞങ്ങൾ അവിടെ നിന്ന് പറഞ്ഞിരുന്നെന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ കയറി നിന്നുകൊണ്ട് ആവർത്തിച്ച് പറഞ്ഞതെന്താണെന്നറിയോ? നിങ്ങൾ നരകത്തിനെ പേടിക്കണേ, നിങ്ങൾ നരകത്തിനെ പേടിക്കണേ, നിങ്ങൾ നരകത്തിനെ പേടിക്കണേ എന്ന് ഹബീബായ വിധങ്ങൾ മിമ്പറിൽ നിന്നുകൊണ്ട് ആവർത്തിച്ച് പറയുമ്പോൾ كانت عليه عند رجلي എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഈ പ്രസംഗം അങ്ങ് കേൾക്കുമ്പോൾ അങ്ങാടിയിൽ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന ആളുകളുണ്ടല്ലോ, അങ്ങാടിയിൽ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന ആളുകളുടെ കാലങ്ങൾ വിറക്കാൻ തുടങ്ങുകയാണ്, അവരുടെ കമീസ് ഇങ്ങനെ വിറകിറക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പോലും അവിടെ നിന്ന് നരകത്തിനെ പറ്റി പേടിക്കണമെന്ന് വിളിച്ച് പറയുമ്പോൾ എന്റെ പ്രിയമുള്ള മുഅ്മിനേ, ആ നരകത്തിനെ ഭയക്കണ്ടേ. എന്താണ് നരകമെന്ന് ഒരുപാട് ആളുകൾ പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് ഉസ്താദുമാര് പ്രസംഗങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരുപാട് വാക്കുകൾ കേട്ടവരാണ്. പക്ഷേ ആ നരകത്തിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിനെ ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? എത്രയോ ആളുകളാണ് നരകത്തിനെ പറ്റി പറയുമ്പോൾ പുച്ഛിച്ച് തള്ളിയത്. ആ നരകത്തിനെ പറ്റി പറയുന്നത് കൂടുതലല്ലേ? ഇങ്ങനെയൊക്കെ ശിക്ഷയുണ്ടോ എന്ന് ചിന്തിച്ചു പോയി എത്രയോ ആളുകളാണ് ഉള്ളത്. അവരോട് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാ, നാളെ ആ പരലോകമുണ്ടല്ലോ, ദുനിയാവിൽ ജീവിച്ച എല്ലാ മനുഷ്യരെയും ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി നിർത്തിയിരിക്കുന്ന പരലോകമുണ്ടല്ലോ, എല്ലാവരും ഇങ്ങനെ ഒന്നാമതേ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. എന്തിനാണ്? എനിക്ക് നരകം ലഭിക്കോ, എനിക്ക് സ്വർഗം ലഭിക്കോ എന്ന് പേടിച്ച് വിറച്ച് കൊണ്ടിങ്ങനെ നിൽക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യുന്നതിന് മുന്നേ അതാ നരകത്തിന്റെ ഒരു ഭാഗത്തിനെ കൊണ്ടുവരികയാണ്. എങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്നറിയോ? മലക്കുകൾ നരകത്തിന്റെ ഒരു ഭാഗത്തിനെ ഇങ്ങനെ കൊണ്ടുവരികയാണ്. മനുഷ്യരെല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുന്ന സ്ഥലത്ത് ഈ ലോകത്ത് വന്നതും പോയതും ഇനി വരാനിരിക്കുന്നതുമായ മുഴുവൻ മനുഷ്യരും ഇങ്ങനെ നിൽക്കുകയാണ്. നബിമാരിങ്ങനെ നിൽക്കുകയാണ്, പ്രവാചകന്മാര് നിൽക്കുകയാണ്. മുഴുവനും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നരകത്തിന്റെ ഒരു ഭാഗത്തിനെ കൊണ്ടുവരുന്നത് എങ്ങനെയെന്നറിയോ? 70,000 കടിഞ്ഞാണുകളുള്ള നരകമാണ്. നരകത്തിന്റെ ചുറ്റുമതായി 70,000 കടിഞ്ഞാണുകൾ ഇങ്ങനെയുണ്ട്. ആ 70,000 കടിഞ്ഞാണുകളിൽ നിന്ന് ഓരോ കടിഞ്ഞാണിലും 70,000 മലക്കുകൾ ചേർന്ന് പിടിക്കുമ്പോൾ ആ നരകമതാ കുതറുകയാ. നരകത്തിനെ പിടിച്ചിട്ട് കിട്ടുന്നില്ല. 70,000 മലക്കുകൾ 70,000 കടിഞ്ഞാണിൽ പിടിച്ചിട്ട് പോലും നരകത്തിന് കിട്ടുന്നില്ല. അതിലൊരു കടിഞ്ഞാണിന്റെ വലിപ്പം എത്രയെന്നറിയോ? ചില ആളുകൾ ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ, ആ നരകത്തിനകത്ത് ലോകത്തുള്ള മനുഷ്യന്മാരെ മുഴുവനും ഇടാൻ കഴിയുമെന്ന് ചോദിക്കുന്ന മനുഷ്യന്മാരോട് ആ ചങ്ങലകളിൽ നിന്നൊരു കടിഞ്ഞാണിന്റെ വലിപ്പം എത്രയാണെന്നറിയോ? ഈ ദുനിയാവുണ്ടല്ലോ, ഈ ഭൂമിയുണ്ടല്ലോ, ഈ ഭൂമിയുടെ എത്ര വലിപ്പമുള്ളതാണ് ഒരു കടിഞ്ഞാണെങ്കിൽ ആ നരകത്തിനെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ആ നരകം ഇങ്ങനെ കുതറുകയാണ്, ആ നരകം ഇങ്ങനെ അട്ടഹസിക്കുകയാണ്. ഇത് കാണുന്ന മനുഷ്യരെല്ലാം പേടിച്ചിട്ട് പിന്മാറുകയാണ്. ആ പിന്മാറുന്ന ആളുകളിൽ പ്രവാചകന്മാര് സഹിതമുണ്ട്. ആരൊഴികയെന്നറിയോ? ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒഴികെയുള്ള മുഴുവൻ മനുഷ്യരും പ്രവാചകന്മാരും വസ്തുക്കളും പേടിച്ചിങ്ങനെ പിന്മാറുമ്പോൾ ഈ നരകം ഇങ്ങനെ അട്ടഹസിക്കുന്നു, ഈ നരകം ഇങ്ങനെ കുതറുന്നു, നരകത്തിന്റെ തീക്കാറ്റിങ്ങനെ അടിച്ച് വീശുകയാണ്. അപ്പോഴാണ് ദുനിയാവിൽ തെറ്റ് ചെയ്ത് നടന്ന ആളുകളുണ്ടല്ലോ, തെറ്റ് ചെയ്യാൻ പേടിയില്ല, ഇന്ന് തെറ്റുകൾ അധികരിക്കുകയാണ്, ലഹരികൾ അധികരിക്കുകയാണ്, മനുഷ്യന് പേടിയില്ലാതെ ആയിരിക്കുകയാണ്, അല്ലാഹുവിനെ മറന്നുപോയി ജീവിക്കുകയാണ്.
അവന് നോമ്പെടുക്കാൻ പറ്റുന്നില്ല, പലിശ തിന്നാൻ ആഗ്രഹമാണ്, ഹറാമുകൾ ചെയ്യാൻ വല്ലാതെ താല്പര്യമാണ്. അങ്ങനെ നരകത്തിന് പേടിയില്ലാതെ നരകമുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകൾ ഈ ഭീകരമായ രംഗം കാണുമ്പോൾ, ഈ ഭീകരമായ അവസ്ഥ കാണുമ്പോൾ ആ മനുഷ്യനിങ്ങനെ പടച്ചവനോട് വിളിച്ച് പറയുന്നു. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതാ, റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ പറഞ്ഞ ആളുകള്, ദുനിയാവില് തെറ്റ് ചെയ്ത ആളുകള് എല്ലാവരും പടച്ചവനോട് വിളിച്ചു പറയുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാണ്. എന്താണ് വിളിച്ചു പറയുന്നതെന്നറിയോ? പടച്ചവനെ ഞങ്ങൾ കണ്ടു നരകത്തിനെ ഞങ്ങൾ കണ്ടു നരകത്തിന്റെ അദാബ് ഞങ്ങൾ കണ്ടു നരകത്തിന്റെ ഭീകരമായ രംഗങ്ങളെ ഞങ്ങൾ കണ്ടു തമ്പുരാനെ. എന്തോ ഒരു വല്ലാത്ത പേടിപ്പെടുത്തുന്ന രൂപമാണ്. പടച്ചവനെ ഞങ്ങൾക്ക് പേടിയാവുന്നു അമ്മാ. നരകത്തിന്റെ അട്ടഹാസം ഞങ്ങൾ കേട്ടു തമ്പുരാനെ. ആ ഗർജനം ഞങ്ങൾ കേട്ടു അമ്മാ. വല്ലാത്ത ഗർജനമാണ് തമ്പുരാനെ എന്ന് പറഞ്ഞിട്ട് തെറ്റ് ചെയ്തവരുണ്ടല്ലോ, ഹറാമ് ചെയ്തവരുണ്ടല്ലോ, പടച്ചവനെ കൊലപാതകങ്ങൾ ചെയ്തവരുണ്ടല്ലോ. അവര് പടച്ചവനോട് കരഞ്ഞുകൊണ്ട് പറയുന്നത് എന്തെന്നറിയോ? ഫർജിഅനാ നഅമൽ സ്വാലിഹാ. പടച്ചവനെ ഞങ്ങളെ ഒന്ന് പിന്തിക്കുമോ, ഞങ്ങളെ ഒന്ന് പിടിച്ചേക്കുമോ, ഞങ്ങളെ ദുനിയാവിലേക്ക് പറഞ്ഞേക്കുമോ, ഞങ്ങളെ ഇബാദത്ത് ചെയ്യാമല്ലോ, ഞങ്ങൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാമല്ലോ എന്ന് പറയുമ്പോൾ പരലോകത്തിൽ അതൊന്നും ഏൽക്കൂല. ആ പരലോകത്തിന് നരകത്തിനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ വിചാരണ ചെയ്യുന്നതിന് മുന്നേ നരകത്തിനെ കൊണ്ടുവന്നിട്ട് ആ നരകത്തിന്റെ മുന്നിൽ വെച്ച് തൗബ ചെയ്താൽ പടച്ചവൻ സ്വീകരിക്കൂല. തൗബയുടെ കവാടം നമുക്ക് മരണം വരെയും തുറന്നിട്ടിരിക്കുകയാണ്. ആ പരലോകത്തിൽ ചെന്നാൽ പടച്ചവൻ ഒരുവിധമായ സംസാരങ്ങളും സ്വീകരിക്കുന്നതല്ല. എന്നിട്ടോ ഈ നരകം എങ്ങനെ അഗ്നിജ്വാലകളുടെ നാക്ക് നീട്ടിയിരിക്കുകയാണ്. ഈ നരകം വല്ലാതെ പേടിപ്പെടുത്തുകയാണ്. ഈ നരകം മനുഷ്യരേക്ക് വല്ലാതെ പേടിപ്പെടുത്തുകയാണ്. തിന്മ ചെയ്ത ആളുകളുടെ അടുത്തേക്ക് നരകം ഇങ്ങനെ കുതിറിയോടുകയാണ്. ആ സമയത്തുണ്ടല്ലോ അഭിമാനങ്ങളൊഴികെ മുഴുവൻ മനുഷ്യരും മുഴുവൻ പ്രവാചകന്മാരും പിന്നിലേക്ക് മാറുകയാണ്. അത് കാണുന്ന മനുഷ്യരുണ്ടല്ലോ, അത് കാണുന്ന സാധാരണ മനുഷ്യരുണ്ടല്ലോ. നമ്മുടെ സാധാരണ മനുഷ്യരല്ലേ, നമ്മുടെ സാധാരണ മനുഷ്യരല്ലേ. പ്രവാചകന്മാര് പോലും നരകത്തിനെ കണ്ട് പേടിച്ച് പിന്മാറുമ്പോൾ സാധാരണയായ മനുഷ്യര് ഞങ്ങളുണ്ടല്ലോ, നമ്മളെ പേടിച്ചിട്ട് മുട്ടുകുത്തി പോകുകയാണ്. നടുനിറത്ത് നിൽക്കാൻ കഴിയൂല. ആ നരകത്തിനെ കാണുമ്പോൾ പേടിച്ചിട്ട് മുട്ടുകുത്തി പോവുകയാണ്. പിന്നെയോ അങ്ങനെ മുട്ടുകുത്തിയിട്ട് പേടിച്ചിങ്ങനെ നിവർന്നു നിൽക്കാൻ കഴിയാതെ മുട്ടുകുത്തിയിരിക്കുമ്പോൾ നരകത്തിന്റെ സഭാരിയാക്കളായ മലക്കുകൾ കടന്നു വരികയാണ്. നരകത്തിന്റെ ശിക്ഷ കേൾപ്പിക്കുന്ന മലക്കുകൾ കടന്നു വരികയാണ്. നരകത്തിലിട്ട് ശിക്ഷിക്കുന്ന മലക്കുണ്ടല്ലോ, സഭാരിയാക്കൾ എന്ന് പറയുന്ന മലക്കുകൾ കടന്നു വന്നുകൊണ്ട് വിളിച്ച് പറയുന്നു, ഇന്നയാളുടെ ഇന്ന മകനായ ഇന്ന മനുഷ്യന്റെ മകനായ ഇന്നവരുടെ ഇന്ന മനുഷ്യന്റെ ഇന്ന മകനെവിടെയാണ്? ദുനിയാവിൽ നീ തെറ്റ് ചെയ്തവനല്ലേ, ദുനിയാവിന്റെ തൊലിപ്പുറത്തിന്റെ മുകളിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തവനല്ലേ, കൊടി പിടിക്കാൻ പോയവനല്ലേ, അമ്പലച്ചുപ്പികളായ കൊട്ടാരങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി പടച്ചോന പറന്നുകൊണ്ട് ജീവിച്ചവനല്ലേ, തെറ്റ് ചെയ്യാൻ വഴി കാണിക്കാത്തവനല്ലേ. അങ്ങനെ വിളിച്ച് ചോദിക്കുമ്പോൾ സഭാരിയാക്കളായ മനുഷ്യരതാ നരകത്തിൽ നിന്നൊരു ചങ്ങല കൊണ്ടുവരികയാണ്, ഒരു കൊളുത്തിങ്ങനെ കൊണ്ടുവരികയാണ്. ആ കൊളുത്ത് കൊണ്ടുവന്നിട്ട് തെറ്റ് ചെയ്ത മനുഷ്യരുണ്ടല്ലോ, അവരുടെ പിറത്തേക്ക് കൊടുത്തിട്ട് വലിക്കുകയാണ്. കൊടുത്തിട്ട് വലിച്ചിട്ട് നരകത്തിലേക്ക് തള്ളിയിട്ടിട്ട് പറയുന്നു, ഈ ഇടുങ്ങിയ ഇരുട്ട് പോയ ഭവനമുണ്ടല്ലോ, ഇവിടെ
നിത്യമായിരിക്കണമെന്ന് പറയുകയാ. നരകത്തിൽ നിത്യമായിരിക്കണമെന്ന് പറയുകയാണ്. ഇരുട്ടുപോയ നരകം, ഇരുട്ടിരിക്കുന്ന നരകം 1000 വർഷങ്ങളെ കത്തിച്ച് 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 കറുത്തിരുട്ട് പോയ ആ നരകത്തിലേക്ക് കൊടുത്തിട്ട് വലിച്ചിട്ട് ആ നരകത്തിൽ ഇങ്ങനെ കിടക്കണമെന്ന് പറയുകയാണ്. എന്നിട്ട് നരകവാസികൾക്ക് കുടിക്കാൻ കൊടുക്കുന്നത് എന്തെന്നറിയോ? രക്തവും ചർച്ചയും വിസർജ്യവും നിറഞ്ഞ നാറ്റമുള്ള ജലമതാ കുടിക്കാൻ കൊടുക്കുകയാ. ഇതൊന്നും കള്ളമല്ല, പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതാ. അല്ലാഹുവിൽ വിശ്വസിക്കുന്ന, അല്ലാഹുവിന്റെ ഹബീബിൽ വിശ്വസിക്കുന്ന, പരിശുദ്ധമായ ഖുർആനിൽ വിശ്വസിക്കുന്ന സത്യവിശ്വാസികൾക്ക് വേണ്ടി പറയപ്പെട്ടതാ. എന്നിട്ടും നന്നാവാത്ത തിന്മ ചെയ്യുന്നവർക്ക് വേണ്ടി പറഞ്ഞതല്ല. അങ്ങനെ നാറ്റമുള്ള ജലമിങ്ങനെ കുടിക്കാൻ കൊടുക്കുകയാണ്. എന്നിട്ട് സബാനിയാക്കളായ നരകത്തിന്റെ മലക്കുകളതാ തെണ്ടുകൾ കൊണ്ട് അടിക്കാൻ തുടങ്ങുകയാണ്. ഭീകരമായ മർദ്ദനങ്ങൾ തുടങ്ങുകയാണ്. നരകത്തിന്റെ ആവി എന്ന് പറയുന്ന കുഴിയിലേക്ക് അവരെ വലിച്ചിടുകയാണ്. അവരുടെ കാലുകൾ വലിച്ച് തീറുകയാണ്. തിളച്ച ടാറിന്റെ ജലം ഇങ്ങനെ കൊടുക്കുകയാണ്. ആ ജലമെങ്ങാനും കുടിച്ചാൽ അവന്റെ ആമാശയം ഇങ്ങനെ ഉരുകി ഉലിക്കാൻ തുടങ്ങുകയാണ്. അവന്റെ ആമാശയം ഉടൽ മുതലെല്ലാം ഉരുകി ഉലിക്കാൻ തുടങ്ങുകയാണ്. എന്തോ ഒരു ഭീകരമായ ശിക്ഷകളാ. ആ ടാറിന്റെ ജലമങ്ങ് കുടിക്കുമ്പോൾ ഭീകരമായ ആമാശയമെല്ലാം ഉരുകി ഉലിക്കാൻ തുടങ്ങുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, എന്നിട്ടോ അവിടെ കിടന്ന് വേദനിച്ചിട്ട് നിലവിളിക്കുമല്ലോ. വേദന കൊണ്ട് സഹിക്കാൻ വയ്യാതെ നിലവിളിക്കുന്ന സമയത്ത് സബാനിയാക്കളായ മലക്കുകൾ കടന്നുകൊണ്ട് തലയിലൂടെ വെള്ളമൊഴിക്കുകയാണ്. എന്തിന്റെ വെള്ളമാ? നരകത്തിന്റെ വെള്ളം ഇങ്ങനെ തലയിലൂടെ ഒഴിക്കുമ്പോൾ അതാ വയറിൽ നിന്ന് പൊട്ടിയൊലിക്കുന്നു. കണ്ണുകൾ പൊട്ടിയൊലിച്ചിട്ട് കവിൾത്തടങ്ങളിലൂടെ ഒലിച്ചിറങ്ങുകയാണ്. ശരീരത്തിന്റെ തൊലികളതാ ഒലിച്ചിറങ്ങുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, എന്നിട്ട് വായകൾ വലിച്ചു കയറിയിട്ട് അതിലേക്ക് വീണ്ടും ചൂടുള്ള ചീഞ്ചലം കുടിപ്പിക്കുകയാണ്. തൊലികൾ ഒരുങ്ങിപ്പോയാൽ വീണ്ടും മനുഷ്യന്റെ ശരീരത്തിലേക്ക് തൊലികൾ വന്ന് നിറയുകയാണ്. എന്തോ ഒരു വല്ലാത്ത കാഠിന്യമാണ്. ദുനിയാവിന്റെ തൊലിപ്പുറത്ത് കിടന്നിട്ട് ഇതൊന്നും ചിന്തിക്കാതെ നരകത്തിനെ പറ്റി പറയുന്നത് കേൾക്കുമ്പോൾ നരകം അവിടെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതിനൊന്നും പേടി കൊടുക്കാതെ, അതിനൊന്നും പേടിയില്ലാതെ പടച്ചവനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യനെ, എന്റെ പ്രിയപ്പെട്ട ഭൂമിനെ മാറി ചിന്തിക്കണ്ടേ, നല്ലത് ചിന്തിക്കണ്ടേ, നല്ലത് ചിന്തിക്കണമെന്ന് പ്രിയപ്പെട്ട ഭൂമിനിങ്ങളെ. തെറ്റ് ചെയ്തതാണ് നമ്മുടെ മനസ്സിനെടുക്കുന്ന പ്രശ്നമെങ്കിൽ തെറ്റിനെ പരിഹരിക്കാൻ നമ്മൾ ചെയ്തു പോയ പാപങ്ങളെല്ലാം വായിക്കാനുള്ള ദിവസങ്ങളാണ് കടന്നു വരുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ കിടന്ന് വിളിക്കുമ്പോൾ ആ നരകത്തിന്റെ വേദന കൊണ്ട് സഹിക്കാൻ വയ്യാതെ പുറഞ്ഞുകൊണ്ട് വിളിച്ച് പറയുന്നത് എന്താണെന്നറിയോ? ഉറക്കെ ആർത്തനാദം മുഴക്കിക്കൊണ്ട് അവിടെ കിടക്കുന്ന മനുഷ്യരിങ്ങനെ വിളിച്ച് പറയുകയാ, യാ മാലിക് ഖദ് ഹഖ അലൈനൽ വഈദ്, യാ മാലിക് ഖദ് അസ്തൽനൽ ഹദീദ്, യാ മാലിക് ഖദ് ലഗജത് മിനൽ ജുലൂദ്, യാ മാലിക് അഖ്റജ്നാ മിൻഹാ ഫഇന്നാ ലാ നഊദ്. ഇങ്ങനെ ശിക്ഷകൾ അനുഭവിക്കുമ്പോൾ, ഇങ്ങനെ പ്രയാസം സഹിക്കുമ്പോൾ, വേദന എടുക്കുമ്പോൾ അട്ടഹസിക്കല് നിലവിളിക്കലേ മാർഗമുള്ളൂ. അങ്ങനെ വേദനിച്ചിട്ട് നരകത്തിനെ കാക്കുന്ന മാലിക് എന്ന് പറയുന്ന മലക്കിനോട് വിളിച്ച് പറയുകയാ, നരകാവകാശികളായ മനുഷ്യരെ വിളിച്ച് പറയുകയാ, യാ മാലികേ ഖദ് ഹഖ അലൈനൽ വഈദ്. ഞങ്ങൾക്ക് പറഞ്ഞിരുന്ന ഭീഷണിയുണ്ടല്ലോ, നരകം തെറ്റ് ചെയ്തവർക്ക് ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഭീഷണി നമ്മൾക്ക് വന്നെത്തിയിരിക്കുന്നു. യാ മാലികേ ഖദ് അസ്തൽനൽ ഹദീദ്. ഇവിടെ ഞങ്ങളുടെ ശരീരത്തിൽ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ്. വലിയ കനമുള്ള ചങ്ങലകൾ കൊണ്ടിട്ടിരിക്കുകയാണ്. ആ ചങ്ങലകളുടെ ഭാരം സഹിക്കാൻ കഴിയുന്നില്ല. എന്തോ ഒരു ചൂടുള്ള ചങ്ങലകളാ. യാ മാലികല്ലയോ മാലികേ ഖദ് ലഗജത് മിനൽ ജുലൂദ്. ഞങ്ങൾ
ഞങ്ങളുടെ തൊലികളുണ്ടല്ലോ ഒന്ന് തുള്ളിയാ പോലും വേദനിക്കുന്ന വല്ലാതെ വേദനെടുക്കുന്ന ഞങ്ങളുടെ തൊലികളതാ ഒലിക്കുകയാ, ഞങ്ങളുടെ തൊലികൾ വെന്തൊലിക്കുകയാ, ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. മാലികേ അഖ്റജ്നാ മിൻഹാ ഫഇന്നാ ലാ നഊദ്. ഈ നരകത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് മോചിപ്പിക്കണേ, ഈ ക്രൂരതയിൽ നിന്ന് ഞങ്ങളെ ഒന്ന് മോചിപ്പിക്കണേ. ഞങ്ങൾ പിന്നെ തിരിച്ചു വരൂല, ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തോളാം, ഞങ്ങൾ നല്ല പ്രവൃത്തികൾ ചെയ്തോളാമെന്ന് പറയുമ്പോൾ فتقولوا زبانيا هيهات لا تحين أمان ولا خروج لكم من دار الهوان فاخسئوا فيما ولا تكملون ولو أخرجتكم منها لكنتم إلى ما نهيتم عنه تعودون وعند ذلك يقنطون. അപ്പോൾ നമുക്ക് ശിക്ഷ തരുന്ന സബാനിയാക്കളായ മലക്കുകൾ വിളിച്ച് പറയുന്നത് എന്തെന്നറിയോ? വിട്ടാതിരിക്കടാ, വിട്ടാതെ അവിടെ കിടന്നോ. നിനക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായതല്ലേ, നിനക്ക് ദുനിയാവിൽ ഒരുപാട് അവസരങ്ങൾ തന്നതല്ലേ, എന്നിട്ട് നീ നന്നായില്ലല്ലോ. ഇനി നിന്നെ ഇവിടെ നിന്ന് വിട്ടാൽ ആ ദുനിയാവിൽ പോയിട്ട് നീ വീണ്ടും തെറ്റുകൾ ചെയ്തിട്ട് ഇവിടേക്ക് തന്നെ വരുമെടാ. അതുകൊണ്ട് വായടച്ച് വിട്ടാതെ ഇരിക്കണമെന്ന് പറയുമ്പോൾ പിന്നെ അവർക്ക് വിട്ടാൻ കഴിയൂല, പിന്നെ അവർക്ക് വിട്ടാൻ കഴിയൂല. നരകത്തിന്റെ ശിക്ഷ ശാശ്വതമാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനേ, നരകത്തിന് വല്ലാത്ത ഭീകരതയാണ്. പറയുന്നത് കേൾക്കുന്നതുമായ കാര്യങ്ങളല്ല. ആ രംഗം നമ്മൾ നേരിട്ട് കണ്ടാൽ ചങ്ക് പൊട്ടിയിട്ട് കാര്യമില്ല, നിലവിളിച്ചിട്ട് കാര്യമില്ല. ആ പരലോകമെന്ന് പറയുമ്പോ തന്നെ ഉടപ്പിറത്തോ കൂട്ടുകാരോ മാതാപിതാക്കളോ കൂടെ ഇല്ലാത്ത പരലോകമാണ്. പിന്നെ ആ നരകത്തിലേക്ക് കടന്നു പോയാൽ നിലവിളിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് നന്നായിക്കോ, ദുനിയാവിലുള്ള സമയങ്ങളിൽ സൽക്കർമ്മങ്ങൾ ചെയ്തോ, 5 നേരത്തെ നമസ്കാരങ്ങൾ കൃത്യമായി ചെയ്തോ. വെറും 5 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ നമസ്കാരം, അതൊന്നും ഒഴിവാക്കല്ല. സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കണേ. പരിശുദ്ധമായ റമദാന്റെ ഏറ്റവും പവിത്രയേറിയ ദിവസങ്ങളാണ് കടന്നു വരുന്നത്. മഹാന്മാരെ പഠിപ്പിച്ചത് എന്തെന്നറിയോ? ഖുർആൻ ഓതൽ അധികരിപ്പിക്കേണ്ട ദിവസങ്ങളാണ്, നമസ്കാരങ്ങൾ അധികരിപ്പിക്കേണ്ട ദിവസങ്ങളാണ്, സ്വതക്കകൾ അധികരിപ്പിക്കേണ്ട ദിവസങ്ങളാണ്. അതുകൊണ്ട് ആ നരകത്തിനെ ഭയക്കണം. ഈ അവസാനത്തെ 10 നരകത്തിൽ നിന്ന് മോചനം നേടാനുള്ള 10 ദിവസങ്ങളാണ്. നിങ്ങൾക്ക് ഈമാനുണ്ടെങ്കിൽ, പടച്ചവനിൽ വിശ്വാസമുണ്ടെങ്കിൽ, ഹബീബായ നബിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ള മുഅ്മിനേ, ഇനിയും നന്നാ. അല്ലാഹു ഖുർആനിലൂടെ പറയുന്നത് അറിയോ? നിങ്ങൾ തെറ്റുകൾ ചെയ്തു പോയാൽ, നിങ്ങളുടെ ശരീരങ്ങളോട് നിങ്ങൾ തെറ്റ് ചെയ്തു പോയാൽ നിങ്ങൾ പേടിക്കണ്ട. എത്ര തവണ തൗബ ചോദിച്ചാലും, എത്ര തവണ മാപ്പ് ചോദിച്ചാലും പൊറുക്കാൻ പറ്റുന്നവരാണ് നമ്മുടെ ഇലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ ഈ വരുന്ന പരിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങളിൽ റമദാൻ നമ്മിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെട്ടവരായ നിലയിൽ ബാക്കിയുള്ള മാസങ്ങളിൽ സന്തോഷത്തോടു കൂടി ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ജീവിക്കാൻ പറ്റണം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കണം. ഒരുപാട് പോലീസേറിയ ദിവസങ്ങളാണ് ലൈലത്തുൽ ഖദ്റിന്റെ ദിവസങ്ങൾ എന്ന് പറയുന്നത്. ആ ലൈലത്തുൽ ഖദ്ർ നിങ്ങൾ പ്രതീക്ഷിക്കണം. ആ ലൈലത്തുൽ ഖദ്റിലെ നരകത്തിനെ തൊട്ട് കാവൽ തേടി കഴിഞ്ഞാൽ, നരകത്തിനെ തൊട്ട് കാവൽ തേടുമ്പോൾ മസ്തജാബ അബ്ദു മിനൻ നാരി 7 മറാത്ത് ഇല്ലാ ഖാലത് നാരി യാ റബ്ബ് ഇന്ന അബ്ദക ഫുലാൻ ഇസ്തജാബ മിന്നി ഫഅജ്റുഹു. ഏതെങ്കിലും മനുഷ്യൻ ലൈലത്തുൽ ഖദ്റിന്റെ ദിവസങ്ങളിൽ നരകത്തിനെ തൊട്ട് കാവൽ ചോദിക്കുകയാണെങ്കിൽ ആ നരകം അല്ലാഹുവിനോട് പറയും, അല്ലാഹുവേ ഇന്ന അബ്ദക ഫുലാൻ ഇസ്തജാബ മിന്നി ഫഅജ്റുഹു. ഇന്ന മനുഷ്യനോട് നരകമോചനത്തിന് തേടി എന്നെ തൊട്ട് കാവൽ തേടിയിരിക്കുന്നു. പടച്ചവനെ, നീ ആ മനുഷ്യന് നരകമോചനം കൊടുക്കണേ അല്ലാഹ്. നരകം പോലും പറയുമെങ്കിൽ എന്റെ പ്രിയമുള്ള
പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ ലൈലത്തുൽ ഖദ്റിനെ നമ്മൾ ഹയാത്താക്കണം. ലൈലത്തുൽ ഖദ്റിനെ നമ്മൾ ഹയാത്താക്കണം. ഈ ലൈലത്തുൽ ഖദ്റിൽ ആരെങ്കിലും ഒരു മനുഷ്യൻ 3 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലിക്കഴിഞ്ഞാൽ, ഒന്നാമത്തെ തവണ ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോൾ വനജാഹു മിനന്നാർ, അവൻ നരകത്തിനെ തൊട്ട് കാവൽ കൊടുക്കുന്നതാണ്. ബിമാഹിദത്തിൽ വദഖലൽ ജന്ന, രണ്ടാമത്തേതിൽ അവന് സ്വർഗ്ഗം കൊടുക്കുന്നതാണ്. പിന്നെ അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ഏത് അമൽ ചെയ്താലും ആ ലൈലത്തുൽ ഖദ്റിൽ വല്ലാത്ത പ്രതിഫലമാണ്, വല്ലാത്ത പോലീസയാണ്. നമ്മിലേക്ക് കടന്നു വന്ന ഈ സുഗന്ധമാക്കപ്പെട്ട ദിവസങ്ങൾ അത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഭീകരമായ മാരകമായ ആ നരകത്തിനെ തൊട്ട് പടച്ചവൻ നമുക്ക് എല്ലാവർക്കും കാവൽ നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അഅ്തിനാ മിനന്നാർ വഅദ്ഖിൽനാൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അഅ്തിനാ മിനന്നാർ വഅദ്ഖിൽനാൽ ജന്നത യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ ഇന്ന് ബഹുമാനപ്പെട്ട മാലിക് ഉസ്താദിന്റെ പേരിൽ ഒരു ഫണ്ട് പിരിക്കലുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും നിങ്ങളാൽ കഴിയുന്ന ഒരു സംഭാവന അതിന് കൊടുക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. പുറത്ത് ആൾ നിൽക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളാൽ കഴിയുന്ന ഒരു സംഖ്യ ആ ഉസ്താദിന് വേണ്ടിയിട്ട്, ഉസ്താദിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ സുഖപ്പെടാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യുന്നതോടൊപ്പം നിങ്ങളാൽ കഴിയുന്ന ഒരു സംഖ്യ അതിലിടണമെന്ന് പ്രത്യേകം ഉണർത്തിക്കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.